Good morning, children. നമ്മൾ ബയോളജിയുടെ പുതിയൊരു അധ്യായമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 3 കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്, സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ. സമസ്ഥിതി നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണ്. ഒരു സ്റ്റഡി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് എന്നർത്ഥം. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗൻ സിസ്റ്റംസും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന അവസ്ഥയാണ് ഹോമിയോസ്റ്റാസിസ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിൽ പല ഓർഗൻസ് ഉണ്ട്. ആ ഓർഗൻസ് ചേർന്ന് പല ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. ഈ ഓരോ ഓർഗൻ സിസ്റ്റംസും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫങ്ഷൻസാണ് പെർഫോം ചെയ്യുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റം ഡൈജഷൻ, റെസ്പിറേറ്ററി സിസ്റ്റം റെസ്പിറേഷൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ താഴ്ന്ന ക്ലാസ് മുതൽ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിവിധങ്ങളായിട്ടുള്ള ഓർഗൻ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സിസ്റ്റം ഏതാണെന്ന് നിങ്ങൾ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചു, നെർവസ് സിസ്റ്റം. ഈ നെർവസ് സിസ്റ്റത്തോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സിസ്റ്റത്തിനെയും കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കുക്ക് ചെയ്യാനൊരു തീരുമാനം എടുക്കുന്നു. അപ്പോൾ ആ തീരുമാനം നെർവസ് സിസ്റ്റത്തിൻ്റെതാണ്. ഇനി അവിടെ തീരുമാനം എടുത്തുകൊണ്ട് അവിടെ കുക്കിംഗ് പ്രോസസ്സ് കഴിയുന്നില്ല. അവിടെ വേണ്ട സാധനങ്ങളൊക്കെ കിച്ചണിലുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യണം, ക്ലീൻ ചെയ്യണം. അത് പല രീതിയിൽ പല പ്രോസസ്സിലൂടെ കടന്ന് ചെന്നാലേ ആ കുക്കിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകില്ല. അപ്പോൾ ആ പ്രോസസ്സ് ചെയ്യുന്നതാണ് എൻഡോക്രൈൻ സിസ്റ്റം. നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ഷൻ വളരെ ക്വിക്കായിരിക്കും ആൻഡ് ഇറ്റ് ഈസ് ഫോർ എ ഷോർട്ട് പീരീഡ്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. എന്നാൽ എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആക്ഷൻ സ്ലോയാണ് and it extends for a certain period. Endocrine system consists of glands and its secretions. നമ്മുടെ ശരീരത്തിലെ പല തരത്തിലുള്ള ഗ്ലാൻഡ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ചില ഗ്ലാൻഡ്സിന് ഡക്റ്റ് വഴിയാണ് അതിൻ്റെ സെക്രീഷൻസിനെ റിക്വയർഡ് സൈറ്റിൽ എത്തിക്കുന്നത്. എന്നാൽ ചില ഗ്ലാൻഡ്സിന് ഡക്റ്റ് ഇല്ല, അവ നേരിട്ട് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നു, ബ്ലഡ് വഴി റിക്വയർഡ് സൈറ്റിൽ എത്തിക്കുന്നു. ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻഡ്സിന് പറയുന്ന പേരാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. അത് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻസിന് പറയുന്ന പേരാണ് ഹോർമോൺസ്. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സും അതിൻ്റെ സെക്രീഷൻസായ ഹോർമോൺസും കൂടെ ചേരുന്നതാണ് എൻഡോക്രൈൻ സിസ്റ്റം. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന് മറ്റൊരു പേരാണ് ഡക്റ്റിലസ് ഗ്ലാൻഡ്സ്. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓർക്കാം? നെർവസ് സിസ്റ്റത്തോടൊപ്പം നമ്മുടെ ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റം സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻസിന് പറയുന്ന പേരാണ് ഹോർമോൺസ്. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന് പറയുന്ന മറ്റൊരു പേരാണ് ഡക്റ്റിലസ് ഗ്ലാൻഡ്സ്. ഹോർമോൺസ് ആണ് നമ്മുടെ സെല്ലുലാർ ആക്ടിവിറ്റീസ്, എല്ലാ സെൽസിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്ന കെമിക്കൽ മെസ്സേജസ് ആണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ദേ ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ബ്ലഡ്. ഹോർമോൺസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ബ്ലഡ്. ബ്ലഡിലേക്കാണ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ബ്ലഡിലൂടെ ഹോർമോൺസ് എല്ലാ സെൽസിലും എത്തും. എന്നാൽ ഇവ എല്ലാ സെൽസിലും ആക്ട് ചെയ്യില്ല. certain cells have specific receptors to receive the hormones. ഈ ഹോർമോൺസിനെ റിസീവ് ചെയ്യാനുള്ള റിസപ്റ്റേഴ്സ് ഉള്ള സെൽസിൽ മാത്രമേ ഈ ഹോർമോൺ ആക്ട് ചെയ്യുകയുള്ളൂ. ഹോർമോൺസ് റിസപ്റ്ററുമായിട്ട് ചേർന്ന് ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. അതിനനുസരിച്ചുള്ള ചേഞ്ചസ് സെല്ലിൽ നടക്കുന്നു. അങ്ങനെ നടക്കുന്ന സെല്ലിന് നമ്മളൊരു പേര് പറയും, ടാർഗറ്റ് സെൽ. ഹോർമോൺ ആക്ട് ചെയ്യുന്ന സെല്ലിന് പറയുന്ന പേരാണ് ടാർഗറ്റ് സെൽ. എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്? when the hormone flows through the blood, it reaches the cell that have particular receptors to receive the hormone. Thus a hormone receptor complex is formed and corresponding changes takes place within the cellular activities. നമ്മുടെ ശരീരത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹോർമോൺ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ്, അതെവിടേക്കാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് അടുത്തതായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹെഡ് റീജിയനിൽ 3 എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. ഏറ്റവും അപ്പർ പോർഷനിൽ കാണുന്ന ഹൈപ്പോതലാമസ്. ആദ്യമായിട്ട് കാണുന്നത് ഹൈപ്പോതലാമസ് ആണ്. നിങ്ങൾക്കറിയാം, ഹൈപ്പോതലാമസ് ബ്രെയിനിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ നിങ്ങൾ തലാമസിന് താഴെ കാണുന്നതാണ് ഹൈപ്പോതലാമസ് എന്ന്. അപ്പോൾ
ഹെഡ് റീജിയനിൽ കാണുന്ന 3 എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഹൈപ്പോതലാമസ്. അതിന് തൊട്ട് താഴെ 2 ലോബ്സ് ആയിട്ട് 2 അറകളായിട്ട് കാണുന്നതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയും. ഹൈപ്പോതലാമസിന് തൊട്ട് താഴെ കാണുന്ന 2 ലോബ്സ് ആയിട്ട് കാണുന്ന ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഒരു ആൻറ്റീരിയർ ലോബും ഉണ്ട്, പോസ്റ്റീരിയർ ലോബും ഉണ്ട്. ആൻറ്റീരിയർ ലോബ് എന്ന് വെച്ചാൽ മുൻഭാഗത്തെ അറ, പിൻഭാഗത്തെ അറയ്ക്ക് പറയുന്നതാണ് പോസ്റ്റീരിയർ ലോബ്. അപ്പോൾ ഈ ആൻറ്റീരിയർ ലോബിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആൻറ്റീരിയർ ലോബ് കുറച്ച് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പോസ്റ്റീരിയർ ലോബിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് ഹോർമോൺസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോൺസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റോർ റൂമായിട്ടാണ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ ലോബ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹൈപ്പോതലാമസ് ഒന്നാമത്തേത്, അതിന് തൊട്ട് താഴെ കാണുന്ന 2 ലോബ്സ് ഉള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അത് നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ വളരെ വ്യക്തമാകും. അതിനുശേഷം ഹൈപ്പോതലാമസിന് പിൻഭാഗത്തായിട്ട് കാണുന്ന പിനിയൽ ഗ്ലാൻഡ്. ഹെഡ് റീജിയനിൽ കാണുന്ന 3 എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ആൻഡ് പിനിയൽ ഗ്ലാൻഡ്. അതിനുശേഷം നമ്മൾ ത്രോട്ട് റീജിയനിലേക്ക് വരുന്നു. നെക്ക് റീജിയനിൽ വരുമ്പോൾ അവിടെ 2 എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് കാണും. ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ, നമ്മുടെ ട്രക്കിയായെ പൊതിഞ്ഞുകൊണ്ട് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ തൈറോയിഡ് ഗ്ലാൻഡ്. ഇനി തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പിൻഭാഗത്തായിട്ട് 4 ചെറിയ ലോബ്സ് ആയിട്ട് കാണുന്ന പാരാതൈറോയിഡ് ഗ്ലാൻഡ്. അപ്പോൾ നെക്ക് റീജിയനിൽ കാണുന്ന 2 എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ്? തൈറോയിഡ് ആൻഡ് പാരാതൈറോയിഡ്. അതിനുശേഷം ചെസ്റ്റ് റീജിയനിലേക്ക് വരുന്നു. നമ്മുടെ റിബ്സ് വന്ന് ചേരുന്ന ഒരു സിംഗിൾ ബോൺ ഉണ്ട് ചെസ്റ്റ് റീജിയന്. ഓർമ്മയുണ്ടോ? സ്റ്റേണം എന്ന് പറയും, സ്റ്റേണം. അപ്പോൾ ഈ സ്റ്റേണത്തിന് തൊട്ട് പിന്നിലായിട്ട് ഉൾഭാഗത്തായിട്ട് കാണുന്ന ഒരു ചെറിയ ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹെഡ് റീജിയനിൽ കാണുന്ന ഹൈപ്പോതലാമസ്, അതിന് തൊട്ട് താഴെ 2 ലോബ്സ് ആയിട്ട് കാണുന്ന പിറ്റ്യൂട്ടറി, ഹൈപ്പോതലാമസിന് പിൻഭാഗത്തായിട്ട് ബ്രെയിനിൽ തന്നെ കാണുന്ന പിനിയൽ ഗ്ലാൻഡ്. നെക്ക് റീജിയനിലേക്ക് വരുമ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ്. പിന്നെ ചെസ്റ്റ് റീജിയനിലേക്ക് വരുമ്പോൾ തൈമസ് ഗ്ലാൻഡ്. അടുത്തത് അബ്ഡോമിനൽ റീജിയൻ. അബ്ഡോമിനൽ റീജിയനിൽ 3 ഗ്ലാൻഡ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പാൻക്രിയാസ്, കിഡ്നിയുടെ മുകളിലായിട്ട് കാണുന്ന അഡ്രീനൽ ഗ്ലാൻഡ്, അതേപോലെ തന്നെ ഗൊണാഡ്സ്. ഗൊണാഡ്സ് എന്ന് പറയുമ്പോൾ സെക്സ് ഓർഗൻസ് അല്ലെ സെക്സ് ഹോർമോൺസ് എന്നാണ്. സെക്സ് ഗ്ലാൻഡ്സ്, ഗൊണാഡ്സ് എന്ന് വെച്ചാൽ സെക്സ് ഗ്ലാൻഡ്സ് എന്നാണ്. മെയിലിൽ കാണുന്നത് ടെസ്റ്റിസും ഫീമെയിൽസിൽ ഓവറീസും. അപ്പോൾ അബ്ഡോമിനൽ റീജിയനിൽ കാണുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ്? പാൻക്രിയാസ്, അഡ്രീനൽ ഗ്ലാൻഡ്, ഗൊണാഡ്സ്. ഗൊണാഡ്സ് മെയിൽസിൽ ടെസ്റ്റിസും ഫീമെയിൽസിൽ ഓവറീസ്. അങ്ങനെ 10 എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ഗ്ലാൻഡ്സിൻ്റെ പേരുകൾ നമ്മൾ പഠിച്ചു, അതിൻ്റെ ലൊക്കേഷൻ എവിടെ നിന്നാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇനി അതിനുശേഷം നമ്മൾ 1 by 1 ആയിട്ട് ഓരോ ഗ്ലാൻഡും അത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ പേരുകൾ, അവയുടെ ഫങ്ഷൻ എന്തൊക്കെയാണ്, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ഇത്രയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഹൈപ്പോതലാമസ് നോക്കുന്നു. ചിത്രത്തിൽ നിങ്ങൾക്ക് ഹെഡ് റീജിയനിലെ 3 ഗ്ലാൻഡ്സിനെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഹൈപ്പോതലാമസ് എടുക്കുന്നു. ഹൈപ്പോതലാമസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിൻ്റെ ഒരു ഭാഗമാണ്, ഒപ്പം അതൊരു ഗ്ലാൻഡും കൂടെയാണ്. അപ്പം നിങ്ങൾക്കറിയാം ഹൈപ്പോതലാമസ് ബ്രെയിനിൻ്റെ പാർട്ടാകുമ്പോൾ ബ്രെയിൻ ഈസ് ഫോംഡ് ഓഫ് ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവ് സെൽസ്. ഹൈപ്പോതലാമസ് ഈസ് ഫോംഡ് ഓഫ് നെർവ് സെൽസ് ഓർ ന്യൂറോൺസ്. ഈ ന്യൂറോൺസിന് സെക്രീറ്ററി ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ പറയും ന്യൂറോ സെക്രീറ്ററി സെൽസ് എന്ന് പറയും. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 4 ഹോർമോൺസ് ഉണ്ട്. റിലീസിങ് ഹോർമോൺ, ഇൻഹിബിറ്ററി ഹോർമോൺ, ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഈ റിലീസിങ് ഹോർമോണിൻ്റെയും ഇൻഹിബിറ്ററി ഹോർമോണിൻ്റെയും ഫംഗ്ഷൻ പിറ്റ്യൂട്ടറിയുടെ ആൻറ്റീരിയർ ലോബിലുള്ള സെക്രീഷൻസിനെ, ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. റിലീസിങ് ഹോർമോണിൻ്റെയും ഇൻഹിബിറ്ററി ഹോർമോണിൻ്റെയും ഫംഗ്ഷൻ പിറ്റ്യൂട്ടറിയുടെ ആൻറ്റീരിയർ ലോബിലുള്ള ഹോർമോൺസിനെ, ആൻറ്റീരിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യുക. റിലീസിങ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബ് സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇൻഹിബിറ്ററി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്ഷനെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഫങ്ഷനെ കൺട്രോൾ ചെയ്യുന്നു. റിലീസിങ് ഹോർമോണിൻ്റെ ഇൻഹിബിറ്ററി ഹോർമോണിൻ്റെ ഫങ്ഷൻ മനസ്സിലായല്ലോ. അടുത്തത്
ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഈ രണ്ട് ഹോർമോൺസും ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഇത് നേരിട്ട് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നില്ല. ഇതെന്താ ചെയ്യുന്നത്? ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ ലോബിൽ സ്റ്റോർ ചെയ്ത് വെക്കും. നിങ്ങൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാകും. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണും ബ്ലഡിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡും തമ്മിൽ ഒരു പോർട്ടൽ സിസ്റ്റം വഴിയുള്ള ഒരു കണക്ഷൻ ഉണ്ട്. പോർട്ടൽ സിസ്റ്റം നിങ്ങൾക്കറിയാം. ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ബിഗിൻസ് ഇൻ കാപ്പിലറീസ് ആൻഡ് എൻഡ്സ് ഇൻ കാപ്പിലറീസ്. അങ്ങനെയുള്ള ബ്ലഡ് വാസ്കുലാർ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് പോർട്ടൽ സിസ്റ്റം. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും തമ്മിൽ ഒരു പോർട്ടൽ സിസ്റ്റമായിട്ട് വഴിയുള്ള കണക്ഷനാണ് ഉള്ളത്. അപ്പോൾ റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ എത്തുന്നത് ത്രൂ ദിസ് പോർട്ടൽ സിസ്റ്റം അല്ലെങ്കിൽ ബ്ലഡിലൂടെയാണ്. എന്നാൽ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിറ്റോസിനും വാസോപ്രസിനും പിറ്റ്യൂട്ടറി ലോബിൽ എത്തുന്നത് ന്യൂറോ സെക്രട്ടറി സെൽസ് വഴിയാണ്. ഹൈപ്പോതലാമസിൽ കാണുന്ന ന്യൂറോ സെക്രട്ടറി സെൽസ് എക്സ്റ്റെൻഡ് ചെയ്ത് പിറ്റ്യൂട്ടറിയുടെ പോസ്റ്റീരിയർ ലോബിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വാസോപ്രസിനും ഓക്സിറ്റോസിനും പോസ്റ്റീരിയർ ലോബിൽ, പിറ്റ്യൂട്ടറിയുടെ പോസ്റ്റീരിയർ ലോബിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആവശ്യാനുസരണം ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി റിലീസിങ് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ മനസ്സിലായി, ഇൻഹിബിറ്ററി ഹോർമോണിൻ്റെ ഫംഗ്ഷനും മനസ്സിലായി. ഓക്സിറ്റോസിൻ ഹെൽപ്സ് ഇൻ ചൈൽഡ് ബർത്ത്. ഒരു കുഞ്ഞിൻ്റെ ജനന സമയത്ത് യൂട്രസിലുള്ള മസിൽസ് കൺട്രാക്റ്റ് ചെയ്യുമ്പോഴാണ് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. ഈ യൂട്രസിൻ്റെ സ്മൂത്ത് മസിൽസിൻ്റെ കൺട്രാക്ഷന് സഹായിക്കുന്നത് ഓക്സിറ്റോസിനാണ്. ഒപ്പം ലാക്ടേഷന് സഹായിക്കുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ലാക്ടേഷൻ. ഓക്സിറ്റോസിൻ്റെ രണ്ട് ഫംഗ്ഷനാണ്. helps in the contraction of uterine muscles, soft muscles of the uterine wall during childbirth. Also it facilitates lactation. ലാക്ടേഷന് സഹായിക്കുന്നു. ഇനി അടുത്തത് വാസോപ്രസിൻ. നമ്മുടെ ശരീരത്തിലെ വാട്ടറിൻ്റെ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വാസോപ്രസിനാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വാട്ടറിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ, ഒരുപാട് വാട്ടർ ലെവൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? അത് എക്സസ് ആയി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് യൂറിനിലൂടെ പുറത്തേക്ക് പോകണം. വാസോപ്രസിൻ അബ്സോർബ്സ് വാട്ടർ ഫ്രം ദി കിഡ്നീസ്. വാസോപ്രസിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് അബ്സോർബ്സ് വാട്ടർ ഫ്രം ദി കിഡ്നീസ്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ വാട്ടറിൻ്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ യൂറിനിലൂടെ ധാരാളം വെള്ളം നഷ്ടപ്പെടാൻ അനുവദിക്കത്തില്ല. അന്നേരം എന്ത് സംഭവിക്കും? വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കൂടും. കിഡ്നിയിൽ നിന്നും മാക്സിമം വാട്ടറിനെ നമ്മുടെ ബോഡിയിലേക്ക് റീറ്റെയിൻ ചെയ്യും. അപ്പോൾ യൂറിൻ്റെ അളവ് എന്തായിരിക്കും? വളരെ ലെസ് എമൗണ്ട് യൂറിനെ പുറത്തേക്ക് പോകത്തുള്ളൂ. അപ്പോൾ വാട്ടർ ലോസ്, യൂറിനിലൂടെ ജലം നഷ്ടപ്പെടുന്നതിനെ ഒഴിവാക്കും. അങ്ങനെ വാസോപ്രസിൻ നമ്മുടെ ശരീരത്തിൻ്റെ വാട്ടർ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ സമ്മർ സീസണിൽ ആണോ വിൻ്റർ സീസണിലായിരിക്കുമോ അല്ലെ റെയിനി സീസണിലായിരിക്കുമോ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നത്? വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നത് സമ്മർ സീസണിലാണ്. കാരണം നമ്മൾ ജോലി ചെയ്തില്ലെങ്കിലും വെറുതെ ഇരുന്നാലും നമ്മൾ വേർക്കും. വേർപ്പിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ധാരാളം ജലം നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ വാട്ടറിൻ്റെ അളവിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ വളരെ കുറച്ച് വാട്ടറെ യൂറിനിലൂടെ നഷ്ടപ്പെടുകയുള്ളൂ നമ്മുടെ ശരീരത്തിന്. അതേസമയം റെയിനി സീസണിൽ വരുമ്പോൾ അല്ലെങ്കിൽ വിൻ്റർ സീസണിൽ വരുമ്പോൾ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ കുറയും. നമ്മൾ വേർക്കത്തില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ വാട്ടർ എക്സസ് ആകുമ്പോൾ അത് യൂറിനിലൂടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഇത് സാധിക്കും. അപ്പം ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നോക്കിക്കേ, ഈ വാസോപ്രസിൻ്റെ പ്രൊഡക്ഷൻ എന്തെങ്കിലും തകരാറ് മൂലം കുറഞ്ഞു എന്നിരിക്കട്ടെ, വാസോപ്രസിൻ പ്രൊഡക്ഷൻ നടക്കുന്നില്ല, കുറഞ്ഞു എന്നിരിക്കട്ടെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം ധാരാളമായിട്ട് യൂറിനിലൂടെ നഷ്ടപ്പെടും. റീഅബ്സോർപ്ഷൻ നടക്കുന്നില്ല, നഷ്ടപ്പെടും. ഈ ഒരു ഡിസോർഡറിന് പറയുന്ന പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് എന്തായിരിക്കും? നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ദാഹിക്കും, കൂടുതലായിട്ട് ദാഹം ഉണ്ടാകും. അപ്പോൾ എക്സസീവ് തേസ്റ്റ് ആൻഡ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ആർ ദ സിംറ്റംസ് ഓഫ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു, അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് പഠിച്ചു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഡിസീസ് നമ്മൾ പഠിച്ചു. ഏതുമായിട്ട് റിലേറ്റ് ചെയ്തത്? വാസോപ്രസിനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്.
ഹൈപ്പോതലാമസിൻ്റെ താഴെ 2 ലോബ്സ് ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ ചിത്രത്തിനകത്ത് അത് കാണാനായിട്ട് സാധിക്കും. 2 ലോബ്സ്. ഈ ഹൈപ്പോതലാമസിനെയും പിറ്റ്യൂട്ടറിയും കൂടെ ബന്ധിപ്പിച്ചൊരു ചെറിയ സ്റ്റോക്ക്, ഒരു തണ്ടുണ്ട്. ആ തണ്ടിലൂടെയാണ് ആൻറ്റീരിയർ പാർട്ടിൽ പോർട്ടൽ സിസ്റ്റം കടന്നു വരുന്നു. പോസ്റ്റീരിയർ പാർട്ടിൽ ന്യൂറോ സെക്രട്ടറി സെൽസ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഇത് നോക്കിക്കേ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സർട്ടൻ ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ GTH എന്ന് പറയും, ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. രണ്ടാമത്തേത് ACTH, അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. മൂന്നാമത്തേത് GTH, ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. അതിനുശേഷം ഗ്രോത്ത് ഹോർമോൺ GH, ഗ്രോത്ത് ഹോർമോൺ. ലാസ്റ്റ് വൺ പ്രോലാക്റ്റിൻ ഹോർമോൺ. അപ്പോൾ ഈ 5 ഹോർമോൺസ് ആണ് പിറ്റ്യൂട്ടറിയുടെ ആൻറ്റീരിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ 3 ഹോർമോൺസിനൊരു പ്രത്യേകതയുണ്ട്. അവ മറ്റ് ഗ്ലാൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഗ്ലാൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് സെക്രീറ്റ് ചെയ്യാനായിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ മറ്റ് ഗ്ലാൻസിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് ഈ 3 ഹോർമോൺസിന് നമ്മളൊരു പേര് പറയും ട്രോപ്പിക് ഹോർമോൺസ്. ഏതൊക്കെയാണ് അപ്പോൾ ട്രോപ്പിക് ഹോർമോൺസ്? ഒന്നാമത്തേത് TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആ പേരിൽ തന്നെയുണ്ട്, തൈറോയിഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ, അതുകൊണ്ടാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. രണ്ടാമത്തേത് ACTH, അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. അഡ്രീനൽ ഗ്ലാൻഡിന് 2 റീജിയൻ ഉണ്ട്, ഔട്ടർ കോർട്ടെക്സ് റീജിയനും ഇന്നർ മെഡുല്ല റീജിയനും. അപ്പോൾ ഈ നിങ്ങൾ 9ാം ക്ലാസ്സിൽ കിഡ്നിയുടെ ക്രോസ് സെക്ഷൻ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചു കിഡ്നിക്ക് ഔട്ടർ ഒരു കോർട്ടെക്സ് റീജിയനും ഉണ്ട്, ഇന്നർ മെഡുല്ല റീജിയൻ. ഇതുപോലെ തന്നെ കിഡ്നിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ് അഡ്രീനൽ ഗ്ലാൻഡിന് ഒരു കോർട്ടെക്സ് റീജിയനും ഉണ്ട്, മെഡുല്ല റീജിയനും. അതിലെ കോർട്ടെക്സ് റീജിയനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ എന്ന് വരുന്നത്. അതിൻ്റെ ഫംഗ്ഷനും അതിൽ തന്നെയുണ്ട്. ഓക്കെ, അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടെക്സ് റീജിയനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തേത് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ, ഗൊണാഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഗൊണാഡ്സ് എന്ന് പറയുമ്പോൾ മെയിൽസിലുള്ള ടെസ്റ്റിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. എന്തിന്? ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ. ഓവറീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ മറ്റ് ഗ്ലാൻഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് അതിനെ നമ്മൾ പറയും ട്രോപ്പിക് ഹോർമോൺസ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന 3 ട്രോപ്പിക് ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അറിയാമല്ലോ. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ആൻഡ് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. ഇത് കൂടാതെ മറ്റ് 2 ഹോർമോൺസും കൂടെ ആൻറ്റീരിയർ ലോബ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് ഹോർമോൺ. ഈ ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് ഗ്രോത്ത് ഹോർമോൺ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്, ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രമാണ് വളർച്ച നടക്കുന്നത്. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് 0 to 20 years, ഒരു ഓൾമോസ്റ്റ് 20-22 ആകുമ്പോഴത്തേക്ക് ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ അവൻ ഉയരം വെക്കില്ല. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പീരീഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രോത്ത് ഫേസ്. അപ്പോൾ ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ, ഗ്രോത്ത് ഫേസിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ജൈജാൻറ്റിസം. ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡ്വാർഫിസം. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ, ഗ്രോത്തിന് നമ്മുടെ സെൽസിലെ എല്ലാ സെൽസിനും ആവശ്യമുള്ള ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. അതിനുശേഷം പ്രോലാക്റ്റിൻ ഹോർമോൺ, ലാക്ടേഷന് സഹായിക്കുന്നു. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ലാക്ടേഷൻ. ലാക്ടേഷന് സഹായിക്കുന്ന മറ്റൊരു ഹോർമോൺ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഏതാണ്? ഓക്സിറ്റോസിൻ. അപ്പോൾ അത് രണ്ടും റിലേറ്റ് ചെയ്ത് പഠിക്കണം. ഓക്സിറ്റോസിൻ ഉണ്ട്, അതുപോലെ പ്രോലാക്റ്റിൻ ഹോർമോൺ. ഇത് രണ്ടും ഫെസിലിറ്റേറ്റ്സ് ലാക്ടേഷൻ. അപ്പോൾ ആൻറ്റീരിയർ ലോബ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത അതിൻ്റെ ഫങ്ഷൻസും ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ഗ്രോത്ത് ഹോർമോണിന് പറയുന്ന മറ്റൊരു പേരാണ് സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സെൽസിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കും, പ്രൊമോട്ട്സ് ഗ്രോത്ത് ഓഫ് ദ ബോഡി. പ്രോലാക്റ്റിൻ ഹോർമോൺ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് പ്രൊഡക്ഷന് സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഗ്ലാൻഡ് ഇൻ അവർ ബോഡി ബിക്കോസ് ഇറ്റ് കൺട്രോൾസ് സെവറൽ അതർ ഗ്ലാൻഡ്സ്. മറ്റ് പല ഗ്ലാൻഡ്സിനെയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ഒരു പേര് പറയും മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയും. അപ്പോൾ
നമുക്കറിയാം. എന്നാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമുക്കറിയാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. ഏതാണ്? ഹൈപ്പോതലാമസ് അല്ലേ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ ലോബിനെ കൺട്രോൾ ചെയ്യുന്ന ഗ്ലാൻഡാണ് ഹൈപ്പോതലാമസ്. അതുകൊണ്ട് ഹൈപ്പോതലാമസിനെ നമുക്ക് മറ്റൊരു പേര് പറയാം, പ്രൈം കൺട്രോളർ. അപ്പം ചോദിക്കാം, മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പ്രൈം കൺട്രോളർ വിച്ച് ഈസ് എ പ്രൈം കൺട്രോളർ ഓഫ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഹൈപ്പോതലാമസ്. പല ഗ്ലാൻഡ്സിനെ കൺട്രോൾ ചെയ്യുന്ന മാസ്റ്റർ ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് ഹൈപ്പോതലാമസ് ഇസ് കോൾഡ് ആസ് ദ പ്രൈം കൺട്രോളർ. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഗ്രോത്ത് ഹോർമോണുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിസോർഡേഴ്സിനെ കുറിച്ച് പറയാം. നോക്കിക്കേ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ഗ്രോത്ത് ഹോർമോൺ ആവശ്യമാണ്. അത് എല്ലാ സെൽസിലും ആവശ്യമാണ്. എന്നാൽ ആഫ്റ്റർ ദ സർട്ടൈൻ പീരീഡ്, ഒരു പർട്ടിക്കുലർ പീരീഡിൽ മാത്രമേ ഗ്രോത്ത് നടക്കുന്നുള്ളൂ. ഈ പർട്ടിക്കുലർ പീരീഡിൽ ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഓവർ ആയിക്കഴിഞ്ഞാൽ ആ കണ്ടീഷന് പറയുന്ന പേരാണ് ജൈജാൻറ്റിസം. The increased production of growth hormone during the growth phase is called gigantism. ഇനി ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞാലോ? The decreased production of growth hormone during the growth phase is called dwarfism. നിങ്ങളുടെ ചിത്രത്തിൽ കാണാം. ആളുകളുടെ പേര് നിങ്ങൾക്ക് അറിയാമോ? അപ്പം ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിലെ ഏറ്റവും ടോളസ്റ്റ് മാൻ ആണ്. അദ്ദേഹത്തിൻ്റെ പേര് സുൽത്താൻ കോസൻ ആണ്. അദ്ദേഹം 8 feet 3 inches ആണ് അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, സുൽത്താൻ കോസൻ. ഇനി ആ ഡ്വാർഫ് പേഴ്സണെ കണ്ടിട്ടുണ്ടോ? ചന്ദ്ര ബഹാദൂർ ദംഗി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 21.3 inches ആണ്. 21.3 inches എന്ന് വെച്ചാൽ ഒരു 55 centimeter ആണ്. ഒരു മേശപ്പുറത്തൊക്കെ എടുത്ത് വെച്ചാൽ അത്രയുള്ള അദ്ദേഹത്തിൻ്റെ ഹൈറ്റ്. അപ്പോൾ നോക്കിക്കേ, ഗ്രോത്ത് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ് ആണ്. ഓവർ പ്രൊഡക്ഷൻ ഡ്യൂറിങ് ഗ്രോത്ത് ഫേസ് ജൈജാൻറ്റിസം, അണ്ടർ പ്രൊഡക്ഷൻ ഡ്യൂറിങ് ഗ്രോത്ത് ഫേസ് ഡ്വാർഫിസം. ഇനി വേറൊരു ഡിസോർഡർ ഉണ്ട്. ഗ്രോത്ത് ഫേസിന് ശേഷം അതുവരെ നല്ല നോർമലായിട്ട് ഗ്രോത്ത് ഹോർമോൺസ് വളർച്ച വളരെ നോർമലായിരുന്നു. ഗ്രോത്ത് ഫേസിന് ശേഷം ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അക്രോമെഗാളി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ടിപ്പ്, നമ്മുടെ ബോഡിയുടെ എൻഡ് വളരും. അതായത് ഇപ്പോൾ ജോ ബോൺസ്, ഫിംഗർ ടിപ്സ്, ടോസ് ഇതൊക്കെ ഇലോങ്ങേറ്റ് ചെയ്യും. ഒരു ഡീഫിഗർ ആയി പോകും. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അക്രോമെഗാളി. ഇനി ഇപ്പോൾ ഹെഡ് റീജിയനിൽ കാണുന്ന ഏതൊക്കെയാ? ഹൈപ്പോതലാമസ് നമ്മൾ ഗ്ലാൻഡ് പഠിച്ചു. അതിനുശേഷം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പഠിച്ചു. ഇനി അടുത്തതാണ് നമ്മൾ കാണാൻ പോകുന്നത്. മൂന്നാമത്തെ ഗ്ലാൻഡ് ഏതാണ്? പിനിയൽ ഗ്ലാൻഡ്. അപ്പം പൈൻ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് പിനിയൽ ഗ്ലാൻഡ് ഉണ്ടായത്. പൈൻ മീൻസ് പൈൻ മരം കണ്ടിട്ടില്ല, അതിനൊരു കോണിക്കൽ ഷേപ്പാണ്. അപ്പം നമ്മുടെ തലയിൽ, ബ്രെയിനിൽ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് എന്നാണ് പറയുന്നത് അല്ലേ? സെറിബ്രൽ 2 ഹെമിസ്ഫിയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ 2 ഹെമിസ്ഫിയേഴ്സിന് ഇടയ്ക്കുള്ള സ്പേസിലാണ് ഈ പിനിയൽ ഗ്ലാൻഡ് കാണപ്പെടുന്നത്. പിനിയൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന് പറയുന്ന പേരാണ് മെലാറ്റോണിൻ. ഇനി എന്താണ് ഈ മെലാറ്റോണിൻ്റെ ഫങ്ഷൻ? ഇറ്റ് ആക്ട്സ് ആസ് എ ബയോളജിക്കൽ ക്ലോക്ക്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന റിതമിക് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ മെലാറ്റോണിൻ എന്ന് പറയുന്നത്. ഇപ്പം മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നത് രാത്രിയിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൂടും, പകൽ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയും. മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പം നമ്മൾക്ക് ഉറക്കം അനുഭവപ്പെടും. വി ഫീൽ സ്ലീപ്പി. അതിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു. അപ്പോൾ രാത്രിയിൽ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ നമ്മൾ ഉറങ്ങുന്നു, പകൽ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമ്മൾ ഉണരുന്നു. അപ്പോൾ ഈ ഒരു റിതമിക് ആക്ടിവിറ്റീസ് നമ്മുടെ ബോഡിയിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നത് മെലാറ്റോണിനാണ്. അതേപോലെ തന്നെ ചില ഓർഗാനിസംസിൽ അവയ്ക്ക് പ്രത്യേക മേറ്റിംഗ് സീസൺസ് ഉണ്ട്. അപ്പോൾ ഈ മേറ്റിംഗ് സീസൺസ്, അതുപോലെ മൈഗ്രേറ്ററി ബേർഡ്സ് ഒരു പർട്ടിക്കുലർ സീസണിൽ അവ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ആ പർട്ടിക്കുലർ സീസണിൽ അവർ ട്രാവൽ ചെയ്തിരിക്കും. അപ്പോൾ ഇതിനവയെ സഹായിക്കുന്നതും ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. മെലാറ്റോണിൻ എന്ന് പറയുന്നതിൻ്റെ ഫങ്ഷൻ എന്താണ്? റിതമിക് ബോഡി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നു. അതുകൊണ്ട് അതിനെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഹെഡ് റീജിയനിൽ കാണുന്ന 3 എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, അതിൻ്റെ അത് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ പേര്, അതുമായിട്ട് അതിൻ്റെ ഫങ്ഷൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ്.
ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഓരോ സ്ലൈഡിലും തന്നിരിക്കുന്നത് നിങ്ങളുടെ നോട്ട്സാണ്. അതിലൊന്നും വിട്ടുകളയാനായിട്ടില്ല. അതൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ ചിൽഡ്രൻ.